നമസ്കാരം വർഗീസ് ചേട്ടാ. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്ന് ഓർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം.
നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ
നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്തനം, ക്ഷയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, ഉന്നാഹതം, സ്വാദിഷ്ഠാനം, പതനം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നീ ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. Silence is the conscious resilience towards peace. ശാന്തിയിലേക്കുള്ള ചലനത്തിന്റെ ഒഴുക്കാണ് മൗനം. ചലനം കൊണ്ട് ചിതറിയ മനോകായ ശരീരങ്ങളെ തിരിച്ചടുക്കി സഹജാവസ്ഥയെ പ്രാപിക്കാനുള്ള ഇച്ഛയും പ്രയോഗവും വഴിയുമാണ് മൗനം. മൗനത്തെ ആശ്ലേഷിക്കുന്നവർ എന്നെന്നും ശാന്തിയുടെ തീരമണയുന്നു.
ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. മൗനമായിരിക്കുക. മൗനമായിരിക്കാൻ ഏവർക്കും എപ്പോഴും കഴിയാറില്ല. എങ്കിലും മൗനമായിരിക്കുമ്പോൾ കിട്ടുന്ന ശാന്തി വളരെ വലുതാണ്. കാരണം മൗനം എന്നത് നമ്മുടെ ചലനാത്മകതയുടെ ശാന്തിയിലേക്കുള്ള ഒഴുക്കാണ്. നാം കർമ്മോത്സുകരായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ അവയവങ്ങളെ പ്രവർത്തിപ്പിച്ച്, കർമ്മേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ച്, ചുറ്റുമുള്ള ഉപകരണങ്ങളെ പ്രവർത്തിപ്പിച്ച് നാം പ്രക്ഷുബ്ധതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നാം എത്രത്തോളം ചലിക്കുന്നുവോ, നമ്മുടെ ചലനാത്മകതയെ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ, അത്രത്തോളം നാം പ്രക്ഷുബ്ധതയെ പുൽകുകയാണ് ചെയ്യുന്നത്. ഏതൊരു വ്യവസ്ഥയും ചലിക്കാൻ പാകത്തിലാണ് ഉരുവാക്കിയിട്ടുള്ളത്. വ്യവസ്ഥയുടെ നിലനിൽപ്പ് തന്നെ ചലനത്തിലാണ്. ആ ചലനത്തിന് ആ വ്യവസ്ഥ അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മങ്ങൾക്ക് ഉള്ള ഒരു ക്രമമുണ്ടായിരിക്കും. ധർമ്മത്തിനു പാകത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു പോരുമ്പോൾ വ്യവസ്ഥ അതിന്റെ ചലനവേഗം കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അതിന്റെ ചലനവേഗം കൂടുന്ന സമയത്ത് വ്യവസ്ഥ അതിന്റെ ഘടകഭാഗങ്ങളെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നഷ്ടപ്പെടുത്തും. ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് അതിന്റെ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ്. ഇവ തമ്മിലുള്ള പാരസ്പര്യത്തിലാണ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. ഈ പാരസ്പര്യം ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഈ പാരസ്പര്യങ്ങളെല്ലാം ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ വ്യവസ്ഥയുടെ ചലനാത്മകത ഉണ്ടാകുന്നത്. ചലനം ചെയ്യാൻ വേണ്ടിയാണ് ആ വ്യവസ്ഥ ഉരുവായിട്ടുള്ളത്. ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് വ്യവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഈ ധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ചലനാത്മകതയുടെ വേഗം കൂടും. അപ്പോൾ ആന്തരികമായ പാരസ്പര്യം ചേർന്ന് പ്രവർത്തിക്കും. എന്നാൽ ഈ ചലനവേഗം കൂടുന്തോറും ഈ പാരസ്പര്യത്തിന്റെ ക്രമം പതിയെ 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 നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ ഒരു ആന്തരിക സ്ഫോടനം, ആന്തരിക വിഘടനം നടക്കുന്ന സമയത്ത് വ്യവസ്ഥയ്ക്ക് അതിന്റെ നിലനിൽപ്പ് തന്നെ നഷ്ടമായി എന്ന് വരും. അതിനെയാണ് ടാൻജന്റൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ സംപാത സംക്രമണം എന്ന് പറയുന്നത്. ചലിക്കുന്ന ദിശയിലേക്ക് തെറിച്ചു പോകുവാനുള്ള ഘടകങ്ങളുടെ സ്വഭാവത്തെയാണ് ഈ സംപാത സംക്രമണം എന്ന് പറയുന്നത്. അത്തരത്തിൽ തെറിച്ചുപോയി വ്യവസ്ഥ തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ അതിന് സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഏതൊരു വ്യവസ്ഥയ്ക്കുമകത്ത് വളർച്ചാപരിധി എന്ന് ഒരു പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യുന്നു. ഏതു ചലനത്തെയും ലിമിറ്റ് ചെയ്യുന്നു. ആ ചലനത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയാത്ത വ്യവസ്ഥകൾ വിസ്ഫോടനാത്മകമായിട്ട് വിഘടിച്ചു പോകും. ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. ആ വിസ്ഫോടനം എന്നുള്ളത് പ്രാപഞ്ചിക സ്വഭാവമാണ്, പ്രകൃതിയുടെ സ്വഭാവമല്ല. പ്രകൃതിയുടെ സ്വഭാവം ഇങ്ങനെ വിഘടിച്ചു പോകുന്ന ഒരവസ്ഥയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്, പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിഘടിച്ചു പോകുന്ന സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, വിഘടിച്ചു പോകുന്ന സംവിധാനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ, വിഘടിക്കുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള പ്രേരണ ചെലുത്തുവാനായിട്ട് എക്സർജി അല്ലെങ്കിൽ പുനഃസ്ഥാപന ശേഷി എന്നത് പ്രകൃതി നൽകിക്കൊണ്ടേയിരിക്കും. ഗൃഹനാഥൻ വീട് വിട്ടു പോകുമ്പോൾ അയാൾക്ക് പോകുന്ന വഴി കഴിക്കാനുള്ള പൊതിച്ചോറ് കൊടുത്തയക്കുന്ന വീട്ടുകാരിയെ പോലെയാണ് ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. എപ്പോഴാണ് വരിക, എപ്പോഴെത്തും, എത്രത്തോളം പോകും എന്നുള്ളതെല്ലാം അവളുടെ കൺസേൺ ആണ്. അത് പുനഃസ്ഥാപിക്കാനുള്ള ശേഷിയാണ്, പ്രകൃതിയുടെ സ്വഭാവമാണ്. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു വെമ്പൽ സ്നേഹത്തിന്റെ പേരിൽ, ഇഷ്ടത്തിന്റെ പേരിൽ, ഒരു ധർമ്മത്തിന്റെ പേരിൽ പ്രകൃതി വിഘടിക്കുന്ന സംവിധാനത്തിന് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വികസിച്ചു പോകുന്ന ഏതൊരു വ്യവസ്ഥയ്ക്കും തിരികെ വരുവാനുള്ള ഒരു പ്രവണത കൂടെ ഉണ്ടാകും.
ചലിക്കാനുള്ള പ്രേരണ, ധർമ്മം ചെയ്യാനുള്ള പ്രേരണ, അതും ഒരുമിച്ചുണ്ടായിരിക്കും. ഇവ രണ്ടും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ആ ഗുരുത്വത്തിൽ ആ വ്യവസ്ഥയ്ക്ക് ശരിയാം വിധം പ്രവർത്തിക്കാനാവുക. അങ്ങനെ ശരിയാം വിധം പ്രവർത്തിക്കുമ്പോൾ പോലും പ്രവർത്തനത്തിന്റെ ഓരോ തലത്തിലും വിഘടനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ വിഘടനത്തെ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ വ്യവസ്ഥ തിരികെ വരിക തന്നെ വേണം. തിരികെ വരാൻ ആദ്യമേ ചെയ്യേണ്ടത് ധർമ്മങ്ങളും കർമ്മങ്ങളും നിർത്തിവെക്കുക എന്നുള്ളതാണ്. ധർമ്മത്തെയും കർമ്മത്തെയും നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ, നിർത്തിവെക്കുമ്പോൾ, നാം തിരിച്ച് ഗൃഹത്തിലേക്ക്, നമ്മുടെ ഗേഹത്തിലേക്ക് തിരിച്ച് യാത്ര ചെയ്തു തുടങ്ങും. ആ തിരിച്ചുള്ള യാത്രയ്ക്കായിട്ട് നിർത്തിവെക്കുന്ന ചലനത്തെയാണ്, അല്ലെങ്കിൽ ചലനത്തിന്റെ നിർത്തിവെക്കപ്പെട്ട അവസ്ഥയാണ് മൗനം എന്ന് പറയുന്നത്. അങ്ങനെ നിർത്തിവെക്കുന്നത് ഒന്നും ചെയ്യാതിരിക്കലല്ല, തിരിച്ചുവരവാണ്. തിരിച്ചുവരവനായുള്ള വിട്ടുകൊടുക്കലാണ്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത്, തിരിച്ചു വരാനുള്ള ചലനത്തിലായിരിക്കുന്ന സമയത്ത് വിഘടിച്ച് വിസ്ഫോടനിച്ചു പോയ ഘടകങ്ങളൊക്കെ തന്നെ പുനഃസ്ഫോടനം നടത്തി അത് റീസെറ്റ് ചെയ്യും. വിസ്ഫോടനം അഥവാ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സ്ഥാനത്ത് ഇംപ്ലോഷൻ ഉണ്ടാകാൻ പാകത്തിലുള്ള പുനഃസ്ഫോടനം ആണ് ആന്തരികമായി സംഭവിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വഴിയാത്രയാണ്, അതിനുവേണ്ടിയുള്ള വിട്ടുകൊടുപ്പാണ്, അതിനുവേണ്ടിയുള്ള ചലനഗതിയാണ് മൗനം എന്ന് പറയുന്നത്. നമുക്കുള്ളിലും ഈ ഗൃഹത്വം വർക്ക് ചെയ്യട്ടെ. നമുക്കുള്ളിലും ഈ ഗൃഹത്തിലേക്കുള്ള ചലനം സംഭവിക്കട്ടെ. അതിനായി നമ്മെ വിട്ടുകൊടുക്കുക. നിരന്തരമായി അത്തരമൊരു യാത്ര നമ്മുടെ ഉള്ളിൽ ആവർത്തിച്ച് സംഭവിക്കട്ടെ. അതിനായി എല്ലാ ദിവസവും നമുക്ക് ഒരല്പനേരം മൗനത്തിലായിരിക്കാം. നമുക്ക് സാധ്യമായ സമയങ്ങളിലെല്ലാം ഒരല്പനേരം മൗനത്തിനായി നമ്മളെ വിട്ടുകൊടുക്കാം. എങ്കിൽ നാം നമ്മുടെ ഗേഹത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടവരായിരിക്കും. നിരന്തരമായി നാം നമ്മുടെ വിലാസത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കും. സുസ്ഥിരതയുടെ പാഠങ്ങളിൽ, ശരിയുടെ പാഠങ്ങളിൽ ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. യോഗശാന്തി ധ്യാനം ആരംഭിക്കുന്നതിന് ഒരു ശാന്തമായ ധ്യാനസ്ഥാനത്ത് സുഖകരമായി ഇരിക്കാം. നട്ടെല്ല് നിവർത്തി വയ്ക്കാം. കൈകൾ മടിയിൽ മലർത്തി വയ്ക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഈ കേൾക്കുന്നത് നിങ്ങളുടെ നാദമാണ്. ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ തന്നെയാണ്. മനസ്സിനെ ശാന്തമാക്കുക. പതിയെ ദീർഘശ്വാസമെടുക്കുക. കുറച്ചു നിമിഷങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിക്കാം. എന്റെ ഹൃദയത്തിനുള്ളിൽ പ്രപഞ്ചബോധത്തിന്റെ മനോഹരമായ ഒരു വെളുത്ത പ്രകാശ ചൈതന്യം കാണുന്നു. ഓരോ ശ്വാസത്തിലും ആ ചൈതന്യം പതിയെ വികസിക്കുകയും അത് എന്നെ പുതച്ച് ചുറ്റിലും നിറയുകയും ചെയ്യുന്നു. എന്നിൽ നിറഞ്ഞുവരുന്ന ആ ദിവ്യ ചൈതന്യത്തിൽ നിന്നും സ്നേഹവും ഊഷ്മളതയും സുഖപ്പെടുത്തലും ഞാൻ അനുഭവിക്കുന്നു.
സ്നേഹവും ഊഷ്മളതയും സുഖപ്പെടുത്തലും എന്റെ ഹൃദയത്തിലെ ഈ തെളിഞ്ഞ ചൈതന്യത്തിൽ നിന്നും പുറപ്പെടുന്നു. സ്നേഹവും ഊഷ്മളതയും സുഖപ്പെടുത്തലും എന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും വ്യാപിക്കുന്നു. ഇത് എന്റെ ഹൃദയത്തെ തന്നെ ഊഷ്മളമാക്കുകയും എന്റെ ഉണ്മയെ തന്നെ സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ സുഖപ്പെടുത്തുന്ന മനോഹരമായ പ്രകാശ ചൈതന്യം വികസിക്കുകയും അതിന്റെ തെളിച്ചം വർദ്ധിക്കുകയും എന്റെ ചുറ്റുമുള്ള ഇടം നിറയ്ക്കുകയും ചെയ്യട്ടെ. ഈ വെളിച്ചത്തിന്റെ വിശാലമായ കടലിൽ എന്നെ ഞാൻ സ്വയം കാണുകയാണ്. എന്നിൽ തിളങ്ങി നിൽക്കുന്ന എല്ലാം സുഖപ്പെടുത്തി ശരിയായി തിരികെ കൊണ്ടുവരുന്ന ഈ ഊഷ്മളത എന്നിലൂടെയും എന്റെ ചുറ്റുമുള്ളവരിലൂടെയും അതിന്റെ സുഖപ്പെടുത്തൽ പരത്തുന്നത് ഞാൻ അറിയുന്നു. ലോകത്തെ എല്ലാ സൃഷ്ടികളെയും ബന്ധിപ്പിക്കുന്ന പ്രാണശ്വാസത്തിന്റെ സഹായത്തോടെ ഈ സ്നേഹവും സുഖപ്പെടുത്തലും നൽകുന്ന പ്രകാശത്തെ എന്നെ പേറുന്ന ഗർഭപാത്രമായ ഭൂമി മാതാവിലേക്ക് ഞാൻ അയക്കുന്നു. അതുവഴി ഭൂമിയിലെ കോശങ്ങളായ എല്ലാ ജീവജാലങ്ങളെയും ശമിപ്പിക്കുവാനും സുഖപ്പെടുത്തുവാനും ഉയർത്തുവാനും കഴിയട്ടെ. എന്നിൽ നിന്നും ഉണരുന്ന എന്റെ പ്രകാശ ചൈതന്യം ലോകമെങ്ങും വികസിക്കുകയും നക്ഷത്രങ്ങളിലേക്ക് പോലും പ്രകാശം ചൊരിയുകയും ചെയ്യട്ടെ. ഇവിടെയെങ്ങും വെളിച്ചമല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെയെങ്ങും ചൈതന്യമല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാം സുഖപ്പെടുത്തുന്ന പ്രപഞ്ചത്തിന്റെ പ്രകാശ ചൈതന്യമാണ് ഞാൻ. എല്ലാ പ്രകാശത്തിന്റെയും ഉറവിടമായ ഒരാളാണു ഞാൻ. ലോകത്തെ എല്ലാവർക്കും സ്നേഹവും സമാധാനവും വെളിച്ചവും നിറയ്ക്കുന്നതിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഇനി ഞാൻ ഇപ്പോൾ എന്റെ നാട്ടിലേക്ക് സുഖപ്പെടുത്തലും വെളിച്ചവും ഐക്യവും ശാന്തിയും മനസ്സുകൊണ്ട് ചൊരിയുകയാണ്. എന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ സുഖപ്പെടുത്തുന്ന പ്രകാശ ചൈതന്യത്തെ എന്റെ നാടിന് മുകളിൽ ചൊരിയുകയാണ്. എന്റെ നാട്ടിലേക്ക് എന്നിലെ വെളുത്ത പ്രകാശ ചൈതന്യം കൂടുതൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഞാൻ അറിയുന്നു. എന്റെ നാട്ടിലേക്ക് സ്നേഹവും സമാധാനവും വെളിച്ചവും നിറയ്ക്കുന്നതിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഇനി ഞാൻ സുഖപ്പെടുത്തൽ ആവശ്യമുള്ള പ്രദേശത്തേക്ക് വെളിച്ചം കൊണ്ടുവരികയാണ്. ഇപ്പോൾ എന്റെ മനസ്സിന്റെ കണ്ണിൽ ഗുരുതരമായ സുഖപ്പെടുത്തൽ ആവശ്യമുള്ള ലോകത്തിന്റെ പ്രദേശങ്ങൾ ദൃശ്യമാകുകയാണ്. അവിടമെല്ലാം വെളുത്ത സൂര്യപ്രകാശത്തിന്റെ മനോഹരമായ മേഘത്താൽ ചുറ്റപ്പെട്ടതായി കാണുകയാണ്. ഈ പ്രദേശത്തെ ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും അവരുടെ ഹൃദയത്തിൽ പ്രകാശത്തിന്റെ സുഖപ്പെടുത്തൽ ലഭിക്കുന്നത് ഞാൻ കാണുകയാണ്. ഈ പ്രദേശത്തെ ഓരോ മനുഷ്യനും ഓരോ ജീവിയും അവരുടെ ഹൃദയതാളം കൊണ്ട് പരിസര താളവുമായി ഐക്യപ്പെടുകയാണ്. ഈ പ്രദേശത്തേക്ക് സ്നേഹവും സമാധാനവും വെളിച്ചവും നിറയ്ക്കുന്നതിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഇനി ഞാൻ സുഖപ്പെടുത്തൽ, വെളിച്ചം, ഐക്യം എന്നിവ ലോകത്തേക്ക് കൊണ്ടുവരികയാണ്.
വെളുത്ത സൂര്യപ്രകാശത്തിന്റെ മനോഹരമായ മേഘത്താൽ ചുറ്റപ്പെട്ട എന്റെ രാജ്യം ഞാൻ കാണുകയാണ്. ആ പ്രകാശം ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ ഓരോ മനുഷ്യനും ഓരോ ജീവിയും അവരുടെ ഹൃദയത്തിൽ പ്രകാശം നിറഞ്ഞ സൗഖ്യത്തിന്റെ ഊഷ്മളത നിറയ്ക്കുന്നത് ഞാൻ കാണുകയാണ്. ഐക്യത്തിന്റെ ലോകത്തിനായി ഈ സുഖപ്പെടുത്തുന്ന പ്രകാശ ചൈതന്യം അവരുടെ ബോധത്തെ ഉയർത്തുകയാണ്. ലോകത്തിലേക്ക് സ്നേഹവും സമാധാനവും വെളിച്ചവും നിറയ്ക്കുന്നതിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹവും സുഖപ്പെടുത്തലും സന്തോഷവും കൊണ്ടുവരികയാണ്. ഇപ്പോൾ എന്റെ സുഖപ്പെടുത്തലിന്റെ ശ്രദ്ധ എന്റെ പ്രിയപ്പെട്ടവരിലാണ്. എന്റെ മനസ്സിന്റെ പ്രകാശവും ശ്രദ്ധയും എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ഓരോരുത്തർക്കും ചുറ്റുമുള്ള വെളുത്ത പ്രകാശത്തിന്റെ സാന്ദ്രത ദൃശ്യവൽക്കരിക്കുകയാണ്. അവർ സന്തോഷമായും ആരോഗ്യമായും സമൃദ്ധമായും സുരക്ഷിതമായും ഏറ്റവും മികച്ചതായും ഞാൻ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരിലേക്ക് സ്നേഹവും സമാധാനവും വെളിച്ചവും നിറയ്ക്കുന്നതിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഞാൻ പ്രാണശ്വാസമെടുക്കുകയാണ്. ഒരു നിമിഷം ശ്വാസം ഉള്ളിൽ വെച്ച് ആദരവോടെ ഞാൻ സൗഖ്യദാനം പൂർണ്ണമാക്കി. അതിന് പ്രപഞ്ച ചൈതന്യത്തിന് നന്ദി, നന്ദി, നന്ദി എന്നു മന്ത്രിക്കുമ്പോൾ ശ്വാസം വിടുകയാണ്. ഞാൻ സൗഖ്യദാനം പൂർണ്ണമാക്കി. അതിന് പ്രപഞ്ച ചൈതന്യത്തിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ കൈകൾ വശത്തുവച്ച് കുനിഞ്ഞ് നെറ്റി ഭൂമിയിൽ മുട്ടിച്ച് എന്റെ ഭൂമി മാതാവിനോട് പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. എന്റെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ഞാൻ പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. ഞാൻ കണ്ണു തുറന്ന് ചുറ്റിലുമുള്ള എല്ലാരെയും നോക്കി കൈകൂപ്പി നമസ്കരിച്ചു കൊണ്ട് പറയുകയാണ്. നന്ദി, നന്ദി, നന്ദി. തിരികെ വരാം. ജോസേട്ടാ പറയൂ. മൈക്ക് ഓൺ ചെയ്യണേ. ഓക്കെ, പറഞ്ഞോളൂ. ഒരു സംശയം മാത്രമേ ഒന്ന് ചോദിച്ചോട്ടെ. ഈ കേൾക്കാവില്ല അല്ലേ? എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഈ മൗനം എടുക്കണതിന് ഒരു മിനിമം ടൈം എങ്കിലും പറയാൻ പാടില്ലേ? പറ്റുന്ന അത്ര എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുക്കാം. പക്ഷെ അങ്ങനെയല്ല, ഒരു മിനിമം ഇത്ര സമയമെങ്കിലും നമ്മളത് ചെയ്യണം. അതൊരു സാധന എന്ന രീതിയിൽ മൗനം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് 20 മിനിറ്റ് ഇരിക്കുക എന്നുള്ളതാണ്. ഒരു സാധന എന്നുള്ള രീതിയിൽ ചെയ്യണം. പക്ഷെ മൗനം എന്നുള്ളതിന് ഇപ്പോ നമ്മൾ 2 വാചകങ്ങൾക്കിടയിൽ നമുക്ക് മൗനം അനുഷ്ഠിക്കാം. ചെയ്യുന്നുണ്ട് പലരും. ഒരു വാചകത്തിന്റെ 2 വാചകങ്ങൾക്കിടയിൽ പോലും മൗനം കൊടുക്കാത്തവരുണ്ട്. മൗനം അവിടെയും ചെയ്യാം. ഓരോ മൗനവും അടുത്ത വാക്യത്തിന്റെ ഭംഗി കൂട്ടും. ഏതൊരു 2 ചലനങ്ങൾക്കിടയിലും നമ്മളൊരു മൗനം ഏർപ്പെടുത്തിയാൽ അത് അടുത്തതിന്റെ ഭംഗി കൂട്ടും. സാധന എന്നുള്ള രീതി ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ് ആണ് ഏറ്റവും നല്ലത്. അതറിയാൻ വേണ്ടി മൗനം നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മൗനിയാവാറുണ്ട്.
അത് ഉത്തരങ്ങൾ അർഹിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മൗനമാകാറുണ്ട്. ആ മൗനം ഇതിൽ സാധനയിൽ വരില്ലല്ലോ. ആ സംശയമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ 20 മിനിറ്റ് എന്നുള്ളത് ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതെ അതെ അതെ. താങ്ക് യു. ശിവ, ഇത് നമ്മുടെ ഈ പ്രോഗ്രാം ഡെയിലി ഉണ്ടല്ലോ അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. നമ്മളിപ്പോ ഇതിപ്പോ 620ാമത്തെ ദിവസം മറ്റാണ്. ഞാനത് ഷെഡ്യൂള് ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്റെ പ്രോഗ്രാമിന്റെ കാലത്തെ. ഓക്കെ, എല്ലാ ദിവസവും 7 മണിക്ക് കാണാം. താങ്ക് യു. ആകട്ടെ ആകട്ടെ, സന്തോഷം സന്തോഷം. നമസ്കാരം. ശിവ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മൗനം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത്, എനിക്ക് എപ്പോഴും ഒരുപാട് ആൾക്കാരുള്ളതും ക്രൗഡ് ഇഷ്ടമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഗ്രാമത്തെക്കാളും കൂടി സിറ്റിയെ ഇഷ്ടപ്പെട്ട ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോബൊക്കെ റിസൈൻ ചെയ്ത ഒരു സമയത്ത്, അപ്പൊ ഞാൻ വേറെ ഒരു പ്രത്യേക ഒന്നുമില്ലാത്ത മീൻസ് ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു, സിറ്റിന്റെ ഉള്ളിൽ തന്നെ. ആ സമയത്ത് നമ്മുടെ ശ്രീ രാമ പരമഹംസരുടെ ഒരു മെഡിറ്റേഷൻ സെന്റർ ഉണ്ടായിരുന്നു ഇന്ദിരാനഗർ അവിടെ തന്നെ, സിറ്റിയിൽ തന്നെ. പക്ഷെ കുറച്ചുള്ളിലേക്ക് നല്ല, ഞാൻ ഇപ്പൊ വെറുതെ ഒന്ന് കയറി നോക്കിയാണ്. അപ്പോ കയറി അറിയപ്പെട്ട ശേഷമാണ് അവർ പറഞ്ഞത് ഇത് ലോങ് ടൈം മെഡിറ്റേഷൻ 12 മണിക്കൂറില്ല. എനിക്ക് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനും പറ്റില്ല. അപ്പൊ അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 7 മണി വരെ ഇരിക്കേണ്ടി വന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ ആദ്യം ഫസ്റ്റ് ഞാൻ സ്റ്റക്കായി, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പിന്നെ ഒരു ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിലും കുറെ പഴമൊക്കെ തന്നു, അത് കഴിച്ചു കഴിഞ്ഞാലും പിന്നെ കുറച്ച് ഇങ്ങനെ കാമാൻ തുടങ്ങി. ഈവനിങ് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ പോയ ശേഷം എനിക്ക് അതിന്റെ ആ ടേസ്റ്റ് ശരിക്കും എന്താണ്, ആ സൈലന്റിൽ കിട്ടിയ ഒരു പീസ്, പിന്നെ അത് തേടിയുള്ള യാത്ര ചെയ്യും. അങ്ങനെയൊക്കെയാണ് തോന്നുന്നു എനിക്ക് ശരിക്കും ഈ ഒരു ലൈനിലേക്ക് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു മൗനം പറഞ്ഞ ജസ്റ്റ് കണ്ണടച്ചിരിക്കുന്നതും പിന്നെ അകത്തുള്ള ആ വർത്താനവും കമ്മിയാക്കുന്നതും കൂടി ചേരുമ്പോഴാണ് ശരിക്കുള്ള മൗനം ആകുന്നത്. പിന്നെ ഞാൻ 4 ഡേയ്സിന്റെ ഒരു സൈലന്റ് കോഴ്സ് ചെയ്തു. പിന്നെ റീസെന്റ് ഞാൻ വിപശ്യനയില് 10 ദിവസം. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നർ എക്സ്പ്ലോറേഷൻ, ഒന്നും വായ കൊണ്ട് പറയാനോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് സ്വയം എക്സ്പീരിയൻസ് ചെയ്യണം ആ ഒരു മൗനത്തിലുള്ള പവർ. എസ്പെഷ്യലി നമ്മൾ അകത്തുള്ളതും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ അവിടെയും കൂടി സൈലന്റ് ആകാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു എഫിഷ്യൻസി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ അടുത്ത ജോബ് പറയുന്നത് എനിക്ക് അതിനേക്കാൾ നല്ലൊരു ഹൈക്കുള്ള ഒരു നല്ലൊരു കമ്പനിയിലായിരിക്കും കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ബ്രേക്ക് എടുക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരേ പാറ്റേണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഏട്ടൻ ഇപ്പൊ കുറച്ച് ഓരോ സംസാരിക്കുമ്പോഴും അവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസിയും അല്ല ആ ഒരു ബ്യൂട്ടി കൂടുന്നു പറഞ്ഞത് എനിക്കത് ഒരു കുറച്ച് കൂടെ, അതാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ലൈറ്റ്. എന്തായാലും താങ്ക് യു ഏട്ടാ. നമസ്കാരം കൃഷ്ണകുമാരേട്ടാ. സ്പീച്ച് ഈസ് സിൽവർ, സൈലൻസ് ഈസ് ഗോൾഡ് എന്നും മൗനം വിദ്വാന് ഭൂഷണം എന്നും ഒക്കെ ചെറുപ്പത്തിൽ കേട്ട് അർത്ഥം മനസ്സിലാക്കാതെ പോയ വാചകങ്ങൾക്ക് പുതിയ അർത്ഥവും ഭാവവും നൽകി വിശദീകരണം തന്നതിന് വളരെ നന്ദി പറയുന്നു. ആദ്യം ഈ 70 അടുത്ത സമയത്ത് മൗനം കൊണ്ട് നേടാവുന്നതും ഈ ചലനാത്മകതയ്ക്ക് നിയന്ത്രണം എടുക്കുന്നതും ഈ കഴിഞ്ഞ 7-8 മാസത്തെ 9 മാസം കൊണ്ടുള്ള ഇതില് എനിക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ചെറിയൊരു കാര്യം എന്നാലും പെട്ടെന്ന് മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന ഒരു രീതിയായിരുന്നു എൻ്റേത്. ഇപ്പോഴെനിക്കത് വളരെ സമചിത്തതയോടെ നേരിടാനും അനലൈസ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. നിസാരം പറഞ്ഞ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും പുറകിൽ നിന്ന് ഒരു ഹോൺ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമിൽ പെട്ട് പുറകിൽ നിന്നുള്ള ഹോൺ അടിച്ചാലൊക്കെ പെട്ടെന്ന് വല്ലാതെ ഡിസ്റ്റർബ് ആകുമായിരുന്നു. ഇപ്പോഴതിനെയൊക്കെ വളരെ സൗമ്യതയോടെ നേരിടാൻ പറ്റുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ സുഭാഷിതത്തിലൂടെ അവതരിപ്പിച്ചത്. നന്ദി, നമസ്കാരം. നമസ്കാരം ഏട്ടാ.
വർഗീസേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഈ പറഞ്ഞ പോലെ വളരെ ഗഹനമായിട്ടുള്ള ഒന്നാണ്. സൈലൻസ് എന്നുള്ളത്, മൗനം. നമ്മള് പ്രാപഞ്ചിക ചലനാത്മക പറയുന്ന കൂട്ടത്തില് പറയുന്നതാണ് ചലനം നിശ്ചലനം, ചലനം നിശ്ചലനം. അതാണ് ബേസിക് സ്പന്ദനങ്ങൾ. അപ്പൊ ആ ഒരു ഇത് പ്രാപഞ്ചിക ചലനാത്മകയുടെ ബേസ് തന്നെ അതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചലനത്തെ സംഭവിക്കുന്നു പറഞ്ഞാൽ ചലനം എപ്പോൾ സംഭവിക്കുന്നു അവിടെ പ്രക്ഷുബ്ധത ഉണ്ടാകുന്നു. അവിടെ ഉണ്ടാകുന്ന അത് ഏത് രീതിയിലാണേലും, അത് ഫിസിക്കലാണേലും മെന്റലാണേലും എല്ലാത്തിലും അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രക്ഷുബ്ധതകൾ അവിടെ ഉണ്ടാകുന്നു. ആ പ്രക്ഷുബ്ധതകളെ തിരിച്ച് റിസൈൽ ചെയ്യുക എന്നുള്ളതാണ് ആ മൗനത്തിന്റെ ഇത്. അപ്പം അല്ലാത്ത പക്ഷം പറഞ്ഞ പോലെ അത് പൊട്ടി തെറിച്ച് ഫിഷൻ എന്നുള്ള രീതിയിൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ തിരിച്ച് ആ സിസ്റ്റത്തെ തിരിച്ച് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് മൗനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണിത്. ഫിഷനും ഫ്യൂഷനും എന്നുള്ള ഒരു രീതിയിൽ വരുന്നുണ്ട്. ഔട്ട്വേർഡ് ആണെങ്കിൽ പോയി അത് ഫിഷൻ ഉണ്ടായി അത് പൊട്ടിത്തെറിച്ചു പോകും. ഇൻവേർഡ് റീഓർഗനൈസ് ചെയ്യുക, പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് മൗനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അത് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു പാർട്ട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ അതൊന്നുമല്ല ഉദ്ദേശിച്ചല്ല മൗനം പാലിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പൊ പറഞ്ഞ പോലെ ജോസ് പറഞ്ഞ പോലെ ഈ പെട്ടെന്ന് പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയില് പലരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ മൗനം പാലിക്കുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭയങ്കരമായിട്ട് അവിടുത്തെ സിറ്റുവേഷനെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും ഈ മൗനം. അപ്പൊ ആ രീതിയിൽ മൗനം എല്ലാത്തിലും, അത് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണേലും അല്ല, മൗനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെറും സംസാരത്തിന്റെ മൗനമല്ല, ഇന്റേണൽ ഫാക്കൽറ്റി എല്ലാം നമ്മൾ അതിനെ ഒന്ന് നിശബ്ദമാക്കി വെക്കുക. അവിടെ കായികമായിട്ടും മാനസികമായിട്ടും എല്ലാം നിശബ്ദമാകുക എന്നുള്ളതാണ്. അപ്പൊ അത് ഈ വിപാസന പോലുള്ള മെഡിറ്റേഷൻസിൽ വളരെ ഇതായിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ മൗനം എപ്പോഴൊക്കെ പാലിക്കാമോ അപ്പോഴൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ ഏറ്റവും അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സ്പന്ദനമാണ്. അത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് മുതല് തുടങ്ങി അത് അവസാനം വരെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ അവിടെ അതെങ്ങനെ അതിന് റെസ്റ്റ് എവിടെ കിട്ടുന്നു? അതിനുള്ള ആൻസറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഇടയ്ക്കുള്ള ആ രണ്ട് സ്പന്ദനത്തിനുള്ള ഇടയ്ക്കുള്ള നിശബ്ദതയാണ് ആ ഹാർട്ട് മസിൽസ് അതിന്റെ എനർജിയെ വീണ്ടെടുക്കുന്നത്. അപ്പൊ ആ റെസിലിയൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വളരെ വിലപ്പെട്ട എക്സാമ്പിൾസ് ആണ്. അപ്പൊ മൗനത്തിൻ്റെതായിട്ടുള്ള വില നമ്മൾ മനസ്സിലാക്കുക, മൗനത്തിലാകാൻ കൂടുതൽ സമയം മൗനത്തിലാകാൻ ശ്രമിക്കുക. ബോഡിയെ അത് ശാന്തമാക്കും, കൂടുതൽ നാൾ ജീവിക്കാൻ പറ്റും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം മൗനം, അത് നല്ലൊരു ഡെഫിനിഷൻ ആയിട്ട് തോന്നി. സൈലൻസ് ഈസ് ദ കോൺഷ്യസ് റെസിലിയൻസ് ടുവേർഡ്സ് പീസ് എന്നുള്ളത്. നമ്മള് പ്രകൃതി നമ്മളെ ഉരുവാക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പരിചരിക്കാനും സ്വയം സംരക്ഷിക്കാനും ഒക്കെ ഉള്ള ആ ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യമാണ് ഈ മൗനം എന്നുള്ളതാണ് ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായത്. പക്ഷെ ആ സ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ആ മൗനത്തെ പോലും വകവയ്ക്കാതെ നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് പറഞ്ഞതിലെ ഒരു എനിക്ക് നോട്ട് ചെയ്യാൻ തോന്നിയ ഒരു കാര്യം, പുനഃസ്ഥാപന സമയത്ത് ഉണ്ടാകുന്ന ഒരു നിർത്തൽ, അതായത് വ്യവസ്ഥ വികസിച്ചുകൊണ്ടേ പോകുന്ന സമയത്ത് അത് അങ്ങനെ വികസിക്കുകയാണെങ്കിൽ അത് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ ആ വ്യവസ്ഥയുടെ ഘടനയ്ക്ക് തന്നെ അത് വിഘാതം സൃഷ്ടിക്കുന്നുള്ളത് കൊണ്ട്
പ്രകൃതി തന്നെ അതിനെ തിരിച്ച് അതിന്റെ പുനഃസ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സമയത്തുണ്ടാകുന്ന ഒരു നിശ്ചലതയാണ് മൗനം എന്നുള്ളതാണ് എനിക്കിന്ന് ഈ ഒരു ഡെഫിനേഷനിലൂടെ മനസ്സിലായത്. അപ്പൊ ഈ വികസിക്കുന്ന വ്യവസ്ഥയിൽ തന്നെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പുനഃസ്ഥാപനത്തിനുള്ള പ്രേരണ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ആ ഒരു പ്രക്രിയയാണ് ഈ മൗനം അല്ലെങ്കിൽ മൗനത്തിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് വർഗീസേട്ടനും ജോസേട്ടനൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സാന്ദർഭികമായിട്ടുണ്ടാകുന്ന ഒരു സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് ഒരു നിർത്തൽ ഇടുന്ന സമയത്ത് അവിടെ ഒരു സ്വാഭാവികതയ്ക്ക് നമ്മൾ നിന്നു കൊടുക്കുകയാണ്, ഒരു സറണ്ടറിങ് ആണത്. അതായത് നമ്മൾ അതിൽ ഇടപെടാതെ ആ സംഭവിക്കുന്നതിന് നമ്മൾ സംഭവിക്കാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമയം. അത് തന്നെ കുറച്ച് വലുതായിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ സംഭവിക്കുന്നതാണ് മൗനം എന്ന് പറയുന്ന ആ ഒരു യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിന് നമ്മൾ ഇന്ന് ബോധപൂർവം തന്നെ ഇരുന്നു കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോ ആ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഗൃഹത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വത്വം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഉണ്മ എന്താണോ ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നമുക്ക് എന്താണോ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും അല്ലെങ്കിൽ നാം എന്ന വ്യവസ്ഥയിൽ ഉണ്ടാകേണ്ടത്, സംഭവിക്കേണ്ടത്, അത് വളരെ സഹജമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ലൊരു മനസ്സിലാക്കലായിരുന്നു. നമ്മളെല്ലാവരും ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മൗനം പരിശീലിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ മൗനത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ബോധപൂർവമായിട്ട് കുറച്ചുകൂടി നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആയിത്തീരണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത്തരത്തിലൊരു മൗനം സാധിക്കട്ടെ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പുനഃസ്ഥാപന ശേഷി നിരന്തരമായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. മൗനത്തിലായിരിക്കാൻ അവർക്കും കഴിയട്ടെ, മൗനത്തെ അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.